യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 16 വരെ. നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. എന്താണ് ആദ്യം പറഞ്ഞത്? ഹൃദയത്തിലുള്ള കയ്പും ഈർഷ്യയും ശാഠ്യവുമൊക്കെ അത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, ഭൗമികം, ഈ ഭൂമിയിലുള്ളതും പ്രാകൃതവും പൈശാചികവുമായതത്രേ. 16-ാമത്തെ വാക്യം, ഈർഷ്യയും ശാഠ്യവും ഉള്ളയിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. അതിൻ്റെ മലയാളത്തിൽ തന്നെ മറ്റൊരു വേർഷനിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അസൂയയും സ്വാർത്ഥ മോഹവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഇംഗ്ലീഷ് വേർഷൻ, ആംപ്ലിഫൈഡ് വേർഷൻ പറയുകയാണ്, ജലസി, അതായത് അസൂയ, ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. എല്ലാ ദുഷ്പ്രവൃത്തികളുടെയും മൂല കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് അസൂയയും സ്വാർത്ഥ മോഹവുമാണ്. മറ്റൊരുത്തിൽ പറഞ്ഞാൽ സ്വാർത്ഥ മോഹവും നമുക്ക് അസൂയ എന്ന വാക്കിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ അസൂയ എന്ന് പറയുന്നത് എല്ലാ ദുഷ്ടതകളുടെയും തിന്മ പ്രവൃത്തികളുടെയും റൂട്ടാണ്, വേരാണ്. ഹല്ലേലൂയ! ഇത്രയും വലിയ പ്രശ്നമാണോ ഈ അസൂയ എന്ന് പറയുന്ന സാധനം? സാധാരണ നമ്മളെല്ലാവരും അസൂയയെ ഈ ഒരു ഇമോഷനായി മാത്രമാണ് കരുതാറുള്ളത്. സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു ഇമോഷൻ, ഒരു വികാരം. ഇങ്ങനെയാണ് പലരും അസൂയയെ കണ്ടിരിക്കുന്നത്. എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, അസൂയ എന്ന് പറയുന്നത് എല്ലാ ദുഷ്ടതകളുടെയും റൂട്ടാണ്, മൂലകാരണമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അസൂയ ഉണ്ടാകുന്നത് എങ്ങനെ ചോദിച്ചാൽ കമ്പാരിസണിൽ നിന്നാണ്. എന്താണ് കമ്പാരിസൺ? താരതമ്യത്തിൽ നിന്നാണ്, അല്ലേ? താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ താരതമ്യം എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെക്കാൾ ബെസ്റ്റായിട്ടുള്ള ആളുകളെയോ, നമ്മളെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾ, നമ്മയൊക്കെ നന്നായി ജീവിക്കുന്ന ആളുകൾ, സാമ്പത്തികമായിട്ടോ ആയിക്കോട്ടെ, നല്ല കാറ്, നല്ല വീട്, നല്ല ജോലി, ഉയർന്ന ശമ്പളം, നല്ല ഭംഗി, ഉയരം, എന്തുമാകാം കാരണം. പക്ഷെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകും ചോദിച്ചാൽ, നമ്മെക്കുറിച്ചൊരു ധാരണയുണ്ട്, നമുക്ക് എവിടേക്കോ കുറവുണ്ട്, നമ്മൾ എവിടേക്കോ മോശക്കാരാണ്, നമ്മൾ എവിടേക്കോ എന്തോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുമ്പോൾ, നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നമുക്ക് ഉറപ്പില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ കമ്പാരിസണിലേക്ക് പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനായിട്ട് പോകുന്നു. ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും അയാളുടെ ലൈഫിൽ ഒരിക്കലും പൂർണ്ണമായൊരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവർ കോൺസ്റ്റൻ്റായിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല ജോലിയുള്ളവരെയോ എന്ത് കാര്യം കണ്ടായിട്ടെ, ഇനി ഈ ലോകത്തിലുള്ള നന്മ പോട്ടെ, ഒരു വ്യക്തി എപ്പോഴും സന്തോഷിച്ചിരിക്കുന്നത് കണ്ടാൽ അതിനെയും താരതമ്യം ചെയ്യും, എന്തിനോടും താരതമ്യം ചെയ്യും. ഇതിൽ നിന്നൊരിക്കലും പുറത്തുറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെക്കാൾ നല്ലതായിട്ട് ഉള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടിരിക്കും, ഒരു സംശയമില്ല. എവിടെ പോയാലും നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മൾ കണ്ടിരിക്കും. തീർച്ചയായും നമ്മൾ അവരുമായി കമ്പയർ ചെയ്യും. ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കത്തില്ല. ഈ കമ്പാരിസൺ എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും അവസാനിക്കത്തില്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമാണ്, ഇങ്ങനെ നടന്നുകൊണ്ടേ. ഈ യാത്ര എന്ന് പറയുന്നത് അതിൻ്റെ പുറകെയുള്ള അന്വേഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞില്ല, കാരണം നമ്മുടെ ഐഡൻറ്റിറ്റി, നമുക്ക് നമ്മുടെ വ്യക്തിത്വം, നമ്മൾ ആരാണെന്നുള്ളത് പലപ്പോഴും നമുക്ക് എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് പലർക്കും. ഉദാഹരണത്തിന്, ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ ജോലിയാവാം. ചിലർക്ക് അങ്ങനെയാണ്, ചിലർക്ക് അവരുടെ ജോലിയാണ് ഐഡൻറ്റിറ്റി. ചിലർക്ക് അങ്ങനെയാണ്, അവരുടെ വീട്, സ്വത്ത്, കാറ്, സ്റ്റാറ്റസ്, ഇതൊക്കെയാണ് അവരുടെ ഐഡൻറ്റിറ്റി. എന്നാൽ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ ആരാണെന്നുള്ള ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതല്ല, നമ്മൾ ആരുടേതാണ് എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതല്ല നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ ആരുടേതാണ് എന്നും നമ്മൾ ആരാണ് എന്നുള്ളതാണ്. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആരുടേതാണ് എന്ന് മനസ്സിലാക്കണം. വളരെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഇത് സിമ്പിളാണ്. നമ്മൾ ആർക്കുള്ളതാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ ലോകപരമായി നഷ്ടപ്പെട്ടു പോകുന്നതും ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്നതുമായ നമ്മുടെ സ്വത്തോ നമ്മുടെ സ്റ്റാറ്റസോ ഒന്നുമല്ല. ജോലിയാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെങ്കിൽ റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി പോവും. ആരോഗ്യമാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെങ്കിൽ രോഗം വന്നാൽ പോവും. സ്വത്താണ് ഐഡൻറ്റിറ്റിയെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി പോവും. ചിലർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ വളരെ മാനസിക സംഘർഷത്തിലേക്ക് പോകാനുള്ള കാരണം ചിലർക്ക് അധികാരമാണ് ഐഡൻറ്റിറ്റി.
അധികാരം നഷ്ടപ്പെട്ട ഭ്രാന്തനെ പോലെ ആയി മാറും. അവരുടെ ലൈഫ് തന്നെ മിസറബിളായി മാറും. കാരണം എന്താണ്? അവരുടെ ഐഡന്റിറ്റി അവരുടെ അധികാരമാണ്. ചില കണ്ടില്ലേ, അതിനുവേണ്ടി എന്തും ചെയ്യും. കാരണം അവരുടെ ഐഡന്റിറ്റി അതാണ്. പക്ഷെ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആരായിരിക്കും എന്നുള്ളതാണ്. സർവശക്തനായ ദൈവത്താൽ നിത്യമായി സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന മകനും മകളുമാണ് നാം ഓരോരുത്തരും. നമ്മുടെ പ്രവൃത്തി കൊണ്ട് ആ സ്നേഹത്തെ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല. അവൻ നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. എൻ്റെ ഉപവാസത്തിനോ എൻ്റെ പ്രാർത്ഥനയ്ക്കോ ഒരിടവ പോലും, ഒരു നെല്ലിട പോലും ആ സ്നേഹത്തെ കൂട്ടാനോ കുറയ്ക്കാനോ കഴിയത്തില്ല. അവൻ എന്നെ അധികമായി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ തിരിച്ചറിയുകയും ആ പ്രിയ പിതാവിൻ്റെ, സർവശക്തനായ ദൈവത്തിൻ്റെ മകനും മകളുമാണ് എന്നുള്ളതാണ് എൻ്റെ ഐഡന്റിറ്റി എങ്കിൽ ഞാൻ ആരുമായും കമ്പയർ ചെയ്യില്ല. കാരണം ആ ഒരു ഐഡന്റിറ്റിയുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നും ഈ ലോകത്തിലില്ല. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള പൊസിഷനെക്കാളും വലുതായി ഈ ലോകത്ത് വേറൊന്നും എനിക്ക് കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കണ്ട വിഷനായിരുന്നു. എനിക്ക് ഇന്നും ആ നമ്പർ ഒരേ ഓർമ്മയുണ്ട്. ഞാൻ ഒരു 11 നിലയുള്ള ഒരു ബിൽഡിംഗ്, 11 നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുക. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ബിൽഡിംഗ്, 11 നിലയുണ്ട്. ഞാൻ നിൽക്കുന്നത് 11ാമത്തെ നിലയിലാണ്. എന്നോട് മനസ്സിലാൾ പറയുന്നുണ്ട്, ഇനി മുകളിൽ കയറ്. ഞാനപ്പോൾ ചോദിക്കുമ്പോൾ എൻ്റെ ഹൃദയ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. നിനക്കിനി മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല, നീ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നേ. എഫേസ്യ ലേഖനം വിളിച്ചു പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ സ്വർഗ തലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. We are seated with Christ in the heavenly places. അതിൻ്റെ മേലെ ഒന്നില്ല. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായ ക്രിസ്തുവിൽ നിങ്ങൾ ഏറ്റവും ഉന്നതങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കോമ്പറ്റീഷൻ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലരോടും കോമ്പീറ്റ് ചെയ്യാനുള്ള കാരണം നമുക്ക് എവിടെയൊക്കെ കുറവുള്ളത് കൊണ്ടാണ്. നമ്മൾ അവരെ പോലെ ആകാനുള്ള ശ്രമമാണ്. പ്രിയരെ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അസൂയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സീരിയസ് ഡേഞ്ചറസ് പോയിസൺ. ഇതാർക്കും എനിക്കുണ്ട് എന്ന് ആരും അറിയത്തില്ല. നമുക്കുണ്ടെന്ന് നമ്മൾക്കൊരിക്കലും ഇത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അസുഖമാണ് ഇത്. ഇതിനെ കൃത്യമായി ഡീൽ ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിലെ ആദ്യത്തെ കുറ്റകൃത്യം നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ലൂസിഫർ, ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഒരു ആർക്ക് ഏഞ്ചൽ, ഭയങ്കരമായുള്ള രത്നങ്ങൾക്ക് അലങ്കരിച്ച വലിയൊരു പൊസിഷനായിരുന്നു ലൂസിഫറിന് ദൈവം കൊടുത്തിരുന്നത്. ആർക്ക് ഏഞ്ചലായിരുന്നു, പ്രധാന ദൂതനായിരുന്നു. പക്ഷേ ലൂസിഫർ ഒരിക്കലും തൻ്റെ പൊസിഷനിൽ ഹാപ്പി ആയിരുന്നില്ല. അവൻ നോക്കിയപ്പോൾ തന്നെക്കാൾ വലിയവനായി ദൈവത്തെ കണ്ടു. ഒരു അസൂയ വന്നു. സൃഷ്ടിയായ ലൂസിഫറിന് സൃഷ്ടികർത്താവായ ദൈവത്തോട് അസൂയ നിസ്സാര കാര്യമല്ല. ഈ അസൂയ തന്നെ സൃഷ്ടിച്ച ദൈവത്തോട് വെറുപ്പ് തോന്നുന്ന തരത്തിലേക്ക് തന്റെ ഹൃദയത്തെ കൊണ്ടുപോയി. കയ്പായി മനസ്സിനകത്ത്. നമുക്കറിയാം, അവന്റെ വീഴ്ചയ്ക്ക് അത് കാരണമായി തീർന്നു. ഹല്ലേലൂയ. വേറൊരു ഉദാഹരണം പറയാം. കയീന്റെയും ഹാബേലിന്റെയും സ്റ്റോറി നമുക്കറിയാം. പലർക്കും ഇന്നും സംശയമുള്ളൊരു സ്റ്റോറിയാണ് അതിനകത്തുള്ള ദൈവത്തിന്റെ ഭാഗത്തെക്കുറിച്ച്. കയീനും ഹാബേലും യാഗം കഴിച്ചു. ആദാമിന് 2 മക്കൾ. കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ദൈവം നീതിമാനല്ലേ? ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? പലരും ചോദിക്കും, എന്തുകൊണ്ടാണ് കയീന്റെ യാഗത്തിൽ പ്രസാദിക്കാത്തത്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം കയീന്റെ അടുക്കൽ വന്ന് കയീനോട് സംസാരിക്കുകയാണ്. കയീനോട് പറയുകയാണ്, കയീനെ, നീ ചെയ്തത് ശരിയായിട്ടാണ് ചെയ്തതെങ്കിൽ നിനക്ക് ദൈവപ്രസാദം ലഭിക്കയില്ലയോ? എന്നാൽ നീ ഒന്ന് മനസ്സിലാക്കണം, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. നീ അതിനെ ജയിക്കണം. അത് നിന്നെ ജയിക്കാൻ നീ അനുവദിക്കരുത്. എന്താണ് പാപം? തൻ്റെ സഹോദരൻ ദൈവത്തിന് സമർപ്പിച്ച യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളതായിരുന്നു കയീന്റെ ഹൃദയത്തിനകത്തുള്ള കയ്പ്, അസൂയ. എന്താ കാരണം? തൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല, സഹോദരന്റെ യാഗത്തിൽ പ്രസാദിച്ചു. ഭയങ്കരമായ ഈർഷ്യ അകത്ത് ഉണ്ടായി. ദൈവം പറയുകയാണ്, അത് നിന്നെ കീഴ്പ്പെടുത്താൻ നീ ഇടവരുത്തരുത്, നീ അതിനെ കീഴ്പ്പെടുത്തണം. നിസ്സാര കാര്യമല്ല അത്, അതിനെ നീ കീഴ്പ്പെടുത്തണം. എന്തുകൊണ്ടാണ് കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാത്തത്? ദൈവത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. ദൈവം പറഞ്ഞു, കയീനെ, നീ ശരിയായ രീതിയിൽ അത് ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് ദൈവപ്രസാദം ലഭിക്കുമായിരുന്നു. അർത്ഥം,
കയീൻ അർപ്പിച്ച യാഗം ശരിയായ വേണ്ട രീതിയിലായിരുന്നില്ല. ഹാബേൽ സമർപ്പിച്ച യാഗം വേണ്ട രീതിയിലായിരുന്നു. എന്ന് വെച്ചാൽ ഹാബേലിന് യാഗം എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് നന്നായി അറിയാമായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഒരു സഹോദരൻ, നമ്മുടെ അടുത്തൊരു വ്യക്തി ബ്ലെസ്ഡ് ആകുമ്പോൾ, അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത്, ആ വ്യക്തിയോട് അസൂയ തോന്നി, കയ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടായി. ചിലരാണെങ്കിലുണ്ടല്ലോ ഒരു എക്സ്റ്റെൻഡ് വരെ പോയിട്ട് ആ വ്യക്തിയോട് പിന്നെ മിണ്ടത്തുമില്ല. ചിലർക്ക് അങ്ങനെയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ 2 പേർ സുഹൃത്തുക്കൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ഒത്തിരി അനുഭവം നമുക്ക് കാണാൻ പറ്റും. ഒരാൾക്ക് ജോലി കിട്ടി, മറ്റേ ആൾക്ക് കിട്ടിയില്ല. സ്വാഭാവികമായും ആ ജോലി കിട്ടിയ ആള് ഇയാളോട് ഒരു തെറ്റും ചെയ്തില്ല. എങ്കിലും എന്താ, കിട്ടിയതിൻ്റെ അന്ന് മുതൽ ഫോം വിളിക്കത്തില്ല, മിണ്ടത്തില്ല, ദേഷ്യമാണ്, വെറുപ്പാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്തു അദ്ദേഹം? ഒന്നും ചെയ്തില്ല. പക്ഷേ ഇയാൾ കിട്ടേണ്ട എന്തോ ഒരു അനുഗ്രഹം അയാളെ തട്ടിയെടുത്ത പോലെയാണ് പിന്നെ ഈ മനുഷ്യന്റെ പെരുമാറ്റം. തീർച്ചയായും ഇദ്ദേഹത്തിന്റെ നഷ്ടമൊന്നുമല്ല അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ കയ്പുണ്ടാവും. ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാം. മറ്റൊന്ന്, ആ മനുഷ്യന്റെ അടുക്കലേക്ക് പോയി ചോദിക്കാം. എങ്ങനെ, സഹോദര, നിനക്ക് ആ ജോലി കിട്ടിയല്ലോ, നീ എങ്ങനെയാണ് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്? ഒന്ന് പറഞ്ഞു തരാവൂ. നീ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞേ? നിന്റെ ജേണി, ലൈഫിലെ ജേണി എങ്ങനെയായിരുന്നു? നിന്റെ യാത്ര എങ്ങനെയായിരുന്നു? നീ എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നത്? വേണമെങ്കിൽ പഠിക്കാമോ മനുഷ്യനിൽ നിന്ന്? ശരിയല്ലേ? ആ മനുഷ്യൻ പോയ യാത്രകൾ, ആ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കേട്ട് പഠിക്കാൻ പറ്റും. ശരിയല്ലേ? യേശു പറഞ്ഞു, തന്നെത്താൻ ഉയർത്തുന്നൊക്കെയും താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവനൊക്കെയും ഉയർത്തപ്പെടും. ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ആ വ്യക്തി സക്സസ്ഫുൾ ആണെന്ന് അംഗീകരിക്കാനും ആ വ്യക്തിയിൽ നിന്ന് പഠിക്കാനും ചെയ്യണമെങ്കിൽ നമുക്ക് താഴ്മ വേണം, അല്ലേ? പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ഈഗോ ചിലപ്പോൾ സമ്മതിക്കാറില്ല അതിന്. പക്ഷെ താഴ്മയുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. താഴ്മയുള്ള ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും പഠിക്കാൻ താല്പര്യമുള്ള ഒരു ഹൃദയമായിരിക്കും. ഈവൻ ദൈവത്തിന് പോലും താഴ്മയില്ലാത്തൊരുവിനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? അവന്റെ ഹൃദയം പറയും, എനിക്കെല്ലാം അറിയാം. ദൈവത്തിന് പോലും പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ ഹൃദയം കല്ലാണ്, അങ്ങനെ ഇരിക്കും. പക്ഷേ ആ മനുഷ്യൻ്റെ അടുത്ത് പോയി ആ സഹോദരനോട് നമ്മൾ ചോദിക്കുകയാണ്, സഹോദര, എനിക്ക് പറഞ്ഞു തരാമോ? തീർച്ചയായും അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബ്ലെസ് ചെയ്യാനായി ദൈവം വച്ചിരിക്കുന്ന പലരെയും നമ്മൾ ഇത്തരത്തിൽ വെറുപ്പിക്കാറുണ്ട്. കാര്യം എന്താണ്? ആ മനുഷ്യൻ ബ്ലെസ്ഡ് ആയാൽ ആ നിമിഷം മുതൽ നമ്മുടെ അകത്തൊരു ഹൃദയത്തിനകത്തൊരു കയ്പ് വരും. ഒരു നിസ്സാര കാര്യമല്ല, ഇതൊരു വലിയൊരു മതിൽ പോലെ കെട്ടിവയ്ക്കും. ഇത് നമ്മുടെ ഹൃദയത്തെ, അനുഗ്രഹം നമ്മൾ അനുഭവിക്കുന്നത് തടയും. ഹല്ലേലൂയ. ഇവിടെ ഹാബേൽ എന്തെങ്കിലും തെറ്റ് ചെയ്തോ കയീനോട്? ഒരു തെറ്റും ചെയ്തില്ല. ദൈവം ഹാബേലിനെ അനുഗ്രഹിച്ചു എന്ന ഒറ്റ കാരണമാണ് കയീന് ഹാബേലിനോട് ദേഷ്യം തോന്നാൻ കാരണം. നമുക്ക് ലോകത്ത് കാണാൻ പറ്റും, ചില ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാര് ഒത്തിരി പേര് ക്രിട്ടിസൈസ് ചെയ്യുന്ന കാണാൻ പറ്റും, ഒത്തിരി പേരിന് മോശം പറയുന്നത് കാണാൻ പറ്റും. വേറൊന്നും കൊണ്ടല്ല, അവർ തെറ്റുകൊണ്ടാണെന്നില്ല, അവർ ബ്ലെസ്ഡ് ആണെന്ന് ഒറ്റ കാരണത്താൽ ചിലരുടെ ഹൃദയത്തിനകത്ത് കയ്പും അസൂയയും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പറയുന്നതുകൊണ്ട് അവർക്ക് ആർക്കും ഒരു ദോഷവും ഇല്ല, അവർക്ക് ബ്ലെസ്ഡ് ആണ്. പക്ഷെ ഈ പറയുന്നത് കാരണം ഇവിടെ ഹൃദയത്തെ അവർ കയ്പ് കൊണ്ട് നിറച്ചിട്ട് ഇവർ കിട്ടേണ്ട ബ്ലെസ്സിങ്സിനെ ഇവർ സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ വർക്ക് നമ്മൾ അനുവദിച്ചാൽ മാത്രമേ നമ്മൾ അനേകർക്ക് ബ്ലെസ്സിങ് ആയി മാറത്തുള്ളൂ. ഞാൻ ഇങ്ങനെ പറയുന്നു, നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു വർക്ക് നടന്നില്ലെങ്കിൽ, ഹൃദയം കൃത്യമായിട്ട് ദൈവസനിൽ പ്രൂൺ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയില്ലെങ്കിൽ, നമ്മുടെ മേൽ ദൈവം തരുന്ന അനുഗ്രഹം പോലും നമ്മളെ നശിപ്പിക്കും. മോശം ഭരണിയിലാണ് വീഞ്ഞ് പകരുന്നതെങ്കിൽ ആ വീഞ്ഞ് കാരണം ആ ഭരണി തന്നെ പൊട്ടിപ്പോകും. പക്ഷെ നമ്മളാകുന്ന കണ്ടെയ്നർ ആദ്യം പണിയപ്പെട്ടാൽ നമ്മളിലേക്ക് വരുന്ന അനുഗ്രഹം നമുക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരിലേക്ക് പകരുവാൻ കവിഞ്ഞൊഴുകാനിടയാക്കും. അതിൽ നമ്മുടെ ഹൃദയത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള മാറ്റം ആവശ്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹാബേല് സമർപ്പിച്ച യാഗം റൈറ്റ് വേ ആയിരുന്നു. യഥാർത്ഥത്തിൽ യാഗം കഴിക്കേണ്ട രീതിയിൽ സമർപ്പിച്ചു. കയീന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. എങ്ങനെ ചെയ്യാമായിരുന്നു? ഹാബേലെടുത്ത് പോയി പറയാമായിരുന്നു, സഹോദര, നിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, എനിക്കൊന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് ഈ യാഗം കഴിക്കേണ്ടത്? എന്നെ ഒന്ന് പഠിപ്പിക്കാമോ? തീർച്ചയായും ദൈവം പറഞ്ഞു, കയീനെ നിന്റെ യാഗത്തിൽ ഞാൻ പ്രസാദിക്കുമായിരുന്നു. തീർച്ചയായും കയീന്റെ ജീവിതത്തിൽ ഒരു റോൾ മോഡൽ ആവേണ്ടിയിരുന്ന, തന്നെ പഠിപ്പിക്കാനായി തൻ്റെ ജീവിതത്തിൽ ടീച്ചറായി മാറേണ്ടിയിരുന്ന തൻ്റെ സഹോദരനെ കൊല്ലുവാൻ തക്കവണ്ണം അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. അസൂയ, ബിറ്റർനെസ് അവൻ്റെ ഹൃദയത്തിനെ മാറ്റി. ആലോചിച്ച് നോക്കിയേ, ആ ഹാബേൽ മുഖാന്തരം
കയീൻ ബ്ലസ്ഡ് ആവേണ്ടതായിരുന്നു. കയീന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തക്കവണ്ണമുള്ള ഉപദേശം, ടീച്ചിങ് കൊടുക്കാൻ കഴിയുമായിരുന്നു? ഹാബേലിന് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഹാബേൽ ദൈവത്തോടു കൂടെ നടന്ന് കാര്യങ്ങൾ പഠിച്ചവനായിരുന്നു. അവൻ എങ്ങനെ യാഗം കഴിക്കണമെന്ന് അറിയാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ വാർത്ത കേട്ട ഉടനെ, ഹാബേൽ ബ്ലസ്ഡ് ആയെന്ന ഒറ്റ സെന്റൻസ്, ആ ഒരു കാര്യം അറിഞ്ഞ ഉടനെ ഹാബേലിനോട് അസൂയ തോന്നി, കയ്പായി മാറി. ആ കയ്പ് വന്നത് സ്വാഭാവികം, ഓക്കെ. പക്ഷെ അതിനെ അവൻ മറികടക്കേണ്ടതിന് പകരം ആ കയ്പ് അവനെ ഓവർടേക്ക് ചെയ്തു. ദൈവം പറഞ്ഞു, നിന്റെ അടുത്ത് പാപം കിടപ്പുണ്ട്, നീ അതിനെ നിന്നെ കയറി ഭരിക്കാൻ അനുവദിക്കരുത്. സ്വാഭാവികമായും ചിലപ്പോൾ അസൂയ തോന്നിയേക്കാം, പക്ഷെ അത് നിന്റെ മൈൻഡിനെ ഓവർ റൂൾ ചെയ്യാൻ അനുവദിക്കരുത്. അതിന് പകരം നിന്റെ സഹോദരൻ ബ്ലസ്ഡ് ആകുമ്പോൾ നീ സന്തോഷിക്കേണ്ടത് ചെയ്യേണ്ടത്. വചനം പറയുന്നതിനാണ്, സ്വർഗത്തിനും ഭൂമിക്കും സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ നമ്മുടെ പിതാവ്. സ്വർഗത്തിലും കുടുംബമുണ്ട്, ഭൂമിയിലും കുടുംബമുണ്ട്. എല്ലാ കുടുംബത്തിനും നാഥനാണ് സ്വർഗത്തിലെ ദൈവം. നമ്മളെല്ലാവരും സഹോദരങ്ങളുമാണ്, ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഭവനത്തിൽ ഒരാൾ ഒരു ഗോൾഡ് മെഡൽ നേടി വിചാരിക്കുക. ഏതെങ്കിലും ഒരു കായിക ഇനത്തിലോ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒരു അവാർഡ് കിട്ടി, അല്ലെങ്കിൽ ഒരു ടോപ്പ് പൊസിഷനിൽ ജോലി കിട്ടി, ഒരു നല്ലൊരു കാര്യം നിങ്ങളുടെ ജീവിതം സംഭവിച്ചാൽ, നിങ്ങളുടെ സഹോദരന് നിങ്ങളുടെ ഭവനത്തിൽ ഒരാൾക്ക് സംഭവിച്ചാൽ, നിങ്ങളുടെ ഭവനം എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? വളരെ പ്രൗഡായിട്ട്, അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയും, എൻ്റെ സഹോദരൻ ബ്ലസ്ഡ് ആയി, നല്ലൊരു ജോലി കിട്ടി, അവന് ഗോൾഡ് മെഡൽ കിട്ടി, അവൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്. ശരിയല്ലേ? ശരിയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്തൊരു സഹോദരനും ഒരു സഹോദരിയും അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മളുള്ള ആ സന്തോഷം തോന്നാത്തത്? ശരിയല്ലേ? ദൈവരാജ്യത്തിലെ മെച്ചൂരിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? രോഗികളെ സൗഖ്യമാക്കുന്നതല്ല. നിന്റെ കൂടെയുള്ള ഒരുവൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് നിനക്ക് ശത്രുവായിരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിന്റെ ഹൃദയം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് നിന്റെ മെച്ചൂരിറ്റി. ജീവിതത്തിൽ നിന്നോട് ഭയങ്കരമായ മോശമായൊരു പെരുമാറ്റം നടത്തിയ, നിന്നെ ഉപദ്രവിച്ച ഒരു മനുഷ്യൻ നിന്റെ കൺമുന്നിൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിന്റെ ഹൃദയം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ മെച്ചൂരിറ്റി. ഇന്ന് അനേകം വിശ്വാസികൾ, അനേകം ക്രിസ്ത്യാനികൾ പുറമെ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ആരെ കണ്ടാലും സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും, പ്രൈസ് ദി ലോർഡ് പറയും, പരസ്പരം സ്നേഹമാണ്, ഭയങ്കര സംഭവമാണ്. പക്ഷെ ഉള്ളത്തിനകത്ത് ഈ കയ്പും കൊണ്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് കർത്താവേ സ്വർഗ്ഗത്തിലെ സകല അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന വചനം പറയുന്നു, നമുക്ക് ലഭിച്ചിട്ടുള്ള സകലതും കൃപയാലാണ്, എല്ലാം കൃപയാലാണ്. പക്ഷേ കൃപയാലാണെങ്കിൽ നമ്മുടെ മെറിറ്റൊന്നുമല്ല. എന്തുകൊണ്ട് പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ പറ്റാതെ പോകുന്നു? അതിന്റെ പ്രധാന റീസൺ എബ്രായ ലേഖനം വായിക്കുമ്പോൾ അതിന്റെ 12-ാം അധ്യായം, എബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുവാൻ ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അതൊറ്റ വാക്ക് മാത്രം എന്നെ സൂചിപ്പിക്കാം: കയ്പുള്ള വേര് മുളച്ച് കലക്കം ഉണ്ടാക്കി. കയ്പുള്ള വേര്, അതിന് ഉപയോഗിച്ച വാക്ക് ജലസി, അതായത് അസൂയ. അസൂയയും ബിറ്റർനെസ് മീൻസ് കയ്പ്. അസൂയ കാരണം അടുത്തുണ്ടാകുന്നതാണ് കയ്പ്. ഈ കയ്പിന്റെ അനുഭവം അകത്തുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ബ്ലെസ്സിങ്സിനെ തടയും. ദൈവം നമ്മൾ അനുഗ്രഹിക്കാത്തതല്ല, നമ്മുടെ അനുഗ്രഹത്തിന് തടയിടാൻ കഴിയും. ഒരിക്കൽ ആഫ്രിക്കയില് ഒരു ഉൾഗ്രാമത്തിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, ആഫ്രിക്കയുടെ ഉൾഗ്രാമത്തിൽ ഒരു മഹാമാരി ഉണ്ടായി, ഭയങ്കരമായ ഒരു അസുഖമുണ്ടായി. ഒത്തിരി പേർ മരിക്കാനിടയായി. ആ രോഗത്തിന്റെ ലക്ഷണം ഏതായിരുന്നു വെച്ചാൽ വയറിളക്കമായിരുന്നു. വയറിളക്കം കാരണം ഒത്തിരി പേർ മരിക്കുന്ന അവസ്ഥ. ഈ വാർത്ത പുറം ലോകമെത്തി. സിറ്റിയിൽ നിന്ന് ഒരു സംഘം പഠിക്കുവാനായി വന്നു. അവർ കുറേയധികം റിസർച്ചൊക്കെ നടത്തി കണ്ടുപിടിച്ചു, അവിടുത്തെ നദിയിലെ വെള്ളം പൊള്യൂട്ടറായി, വെള്ളം മോശമായത് കാരണമാണ്, മലിനപ്പെട്ടത് കാരണമാണ് ഈ രോഗമുണ്ടായത്. അപ്പോൾ അവർ ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പോയി, എങ്ങനെയാണ് മലിനപ്പെടുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്ത് ഒരു വലിയ മലയുടെ മുകളിൽ ഈ വെള്ളത്തിൻ്റെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിലെത്തി. കാരണം ഒരു മലയിൽ നിന്നായിരുന്നു ഈ വെള്ളം തുടക്കം. ഒരു ഗുഹ പോലുള്ള ഒരു ഭാഗത്തു നിന്നാണ് വെള്ളം പുറത്തു വരുന്നത്. ഇവർ കണ്ടെത്തിയത് ഇങ്ങനെയായിരുന്നു: ആ ഗുഹ പോലെ വരുന്ന സോഴ്സിൻ്റെ ആ പോർഷനിൽ ഒരു വലിയ പന്നി, കാട്ടുപന്നി എന്ന് പറയുന്ന പന്നി, ആ പന്നി ദിവസങ്ങൾക്ക് മുന്നേ ചത്ത്
അഴുകിയ അവസ്ഥയിൽ കിടക്കുകയാണ്. അതെന്തൊക്കെയോ കാരണം ചോക്ക് തടഞ്ഞിരിക്കുവാണ്. എല്ലാ വെള്ളവും അതിനെ ബൈപ്പാസ് ചെയ്ത് വേണം കടന്നു വരാൻ. ഇതിൽ നിന്ന് ഉള്ള അണുക്കൾ സ്പ്രെഡായിട്ടാണ് ഈ വെള്ളം ഇത്രയും മോശമായതും ഇത്രയും ജനങ്ങൾക്ക് പ്രശ്നമായതും. വെള്ളത്തിൻ്റെ സോഴ്സിൽ തന്നെ എന്തായി? കയ്പ് അനുഭവം വന്നു, പ്രശ്നം വന്നു. ശരിയല്ലേ? സദൃശവാക്യം 4:23 ഇങ്ങനെ പറയുന്നു: സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അവിടുന്നാകുന്നു ആകുന്നത്. ഹല്ലേലൂയ. സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളുക. വേറെ ഒന്നും ശരിയായില്ലെങ്കിലും ഇവിടം ശരിയാണെങ്കിൽ ബാക്കിയെല്ലാം ശരിയാവും. വേറെ എല്ലാം ശരിയായിട്ടും ഇവിടം ശരിയായിട്ടില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പയർ ചെയ്ത് ഓരോ താരതമ്യം ചെയ്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ജനം അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുവോ? എവിടെ വലുത്, എവിടെ നല്ലതെന്ന് കണ്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മളെ അങ്ങനെ അന്വേഷിച്ച് നടക്കാനല്ല സ്വർഗത്തിലധികം ആക്കിയിരിക്കുന്നത്. മത്തായി 6:33 വാക്യം: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. നമ്മൾ അന്വേഷിക്കാനുള്ളത് നമ്മൾ ഏത് രാജ്യത്തിലുള്ളവരാണ്. നമുക്ക് നൽകപ്പെട്ടിരുന്ന ഏത് നീതിയാണ്? ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ രാജ്യത്തിലുള്ളവർ. നമ്മൾ അതിലാണ് ഫോക്കസ് എങ്കിൽ, നമ്മുടെ ഐഡന്റിറ്റി അവിടെ സെറ്റിൽഡ് ആണെങ്കിൽ ബാക്കിയെല്ലാം നമ്മളെ ഫോളോ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ഐഡന്റിറ്റി ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന സമ്പത്തോ ആരോഗ്യമോ ആകരുത്. നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ ജോലിയോ പൊസിഷനോ ആകരുത്. നല്ലത് അതൊക്കെ. പക്ഷേ നമ്മുടെ ഐഡന്റിറ്റി ദ സൺ ആൻഡ് ഡോട്ടർ ഓഫ് ദ മൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന് മാത്രമല്ല, ആ ദൈവം നമ്മെ നിത്യമായ സ്നേഹത്താൽ സ്നേഹിക്കുന്നു എന്നുള്ളതായിരിക്കണം ബോധ്യം. ലോകത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിക്കോട്ടെ, എല്ലാവരും നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞോട്ടെ, അപ്പോഴൊക്കെയും ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല എന്ന് ഉറപ്പ് നമുക്ക് വേണം. നമ്മുടെ ഐഡന്റിറ്റി വ്യക്തികളുടെ അഭിപ്രായം അനുസരിച്ച് മാറത്തില്ല. കാരണം നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം പറയേണ്ടത് വ്യക്തികളല്ല, സർവശക്തനായ ദൈവമാണ്. നമ്മെക്കുറിച്ചുള്ള അവൻ്റെ അഭിപ്രായത്തിന് മാറ്റമില്ല. അവൻ നമ്മെ എന്നേക്കുമായി നിത്യമായ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ചിലരുണ്ട് ഒന്ന് പറയും, ബ്രദറെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാ, ഞാൻ എന്തൊക്കെ ജീവിതത്തിലൂടെ കടന്നുപോയി നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാ. എൻ്റെ ജീവിതം സംഭവിച്ചത് അവൾ ഇങ്ങനെ ചെയ്യുന്ന അറിയാമോ, അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ബ്രദറെ കേട്ടാൽ സഹിക്കൂല എന്നൊക്കെ പറഞ്ഞ് ചിലർ പറയാറുണ്ട്. ചിലർ ഫോം വിളിച്ചൊക്കെ ചിലർ പ്രാർത്ഥന വിഷയം പറയുന്നത് എങ്ങനെയാണ്, ഞാൻ തുടക്കത്തിൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ചിലർ പറഞ്ഞാൽ മാസങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല. ബ്രദറെ അവൾ ചെയ്ത് അറിയാവോ, അവൻ ചെയ്ത് അറിയാവോ, 30 വർഷം മുമ്പാണ് സംഭവമായിരിക്കും. ഇന്നലെ നടന്നതുപോലെ വിവരിക്കുന്നത് കേൾക്കാൻ പറ്റും. എന്നാൽ അതിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെല്ലാം നിങ്ങളുടെ എല്ലാം ഓക്കെ ആയിരിക്കണമെന്നെങ്കിൽ ഒറ്റ ഐഡിയ ഉള്ളൂ. എലോൺ മസ്ക് ഇപ്പോൾ ഒരു പുതിയ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചൊവ്വയിലേക്ക് പോകാനുള്ള സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോകണം. ചൊവ്വയിലോട്ടോ ബുധനിലോട്ടോ ശുക്രനിലോട്ടോ പോകണം. പിന്നെ വേറെ ആരും കൊണ്ടുപോകാനും പാടില്ല. കൊണ്ടുപോയി വീണ്ടും ഇതേ പ്രശ്നം. നിങ്ങൾ ഒറ്റയ്ക്ക് പോയിരുന്നാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഈ ഭൂമിയിലായിരിക്കുന്ന കാലം നിങ്ങൾക്ക് ഒത്തിരി പേരുടെ അനുഭവങ്ങളും അവരിൽ നിന്നുള്ള എന്താ പറയുക മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ 43 അധ്യായം അതിൻ്റെ 18 വാക്യം പറയുന്നുണ്ട്. 18-19 വാക്യം: മുമ്പിലുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ആൻഡ് ഇംഗ്ലീഷ് വെർഷൻ: ഡു നോട്ട് കോൾ ടു മൈൻഡ് ദ ഫോർമൽ തിങ്സ്. പഴയ കാര്യങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരരുത്. നിങ്ങളോട് തന്നെ പറയണം, 30 വർഷം മുമ്പും 10 വർഷം മുമ്പ് നടന്ന അവൾ ഇങ്ങനെ ചെയ്തതും ഇവൻ അങ്ങനെ ചെയ്തതൊക്കെ മറക്കുക, ക്ഷമിക്കുക, പൊറുക്കുക, വിട്ടുകളയുക. അതിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരരുത്. എന്ത്? ദൈവം ചെയ്യുന്ന പുതിയതിനെ കാണണമെങ്കിൽ പഴയതിനെ വിട്ടുകളയണം. യഹോവയെ ദൈവം പറയാണ്, മുമ്പുള്ളവയെ ഓർക്കരുത്, ഞാൻ പുതിയത് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഞാൻ ചെയ്യുന്ന പുതിയത് നിന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ തടസ്സമായി നിൽക്കുന്നത് നിന്റെ പഴയ കാര്യങ്ങളാണ്. നീ ഇന്നും അത് പിടിച്ചുകൊണ്ട് നിൽക്കുക. 10 വർഷം മുമ്പ് അവൾ ചെയ്തത് അവൻ ചെയ്തത് വിട്ടുകളയണം. ഹൃദയത്തിൽ നിന്ന് വിട്ടുകൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന അവർക്കൊരു ഫേവറല്ല, നിങ്ങൾക്കൊരു ഫേവറാണ്. നിങ്ങളത് ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ അനുഗ്രഹമാണ്. നിങ്ങൾ ക്ഷമിച്ചില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, അവരറിയത്തുപോലുമില്ല. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലെ പല അനുഗ്രഹങ്ങളെയും അത് തടയും. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഫ്ലോയെ തടയും. ഹല്ലേലൂയ. കയീന്റെയും ഹാബീലിന്റെയും ജീവിതത്തെ പോലെ നമുക്ക് എപ്പോഴും 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, പഠിക്കാം, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ പറ്റും. അവർ ബ്ലസ് ചെയ്ത അതേ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാൻ പറ്റും. മറ്റൊന്ന്, അവരുടെ അനുഗ്രഹത്തെ കണ്ട് അകത്ത് അസൂയ പൂണ്ട് അവരോടുള്ള ദേഷ്യം വെച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ തടയാൻ കഴിയും. ഹല്ലേലൂയ.
ഇന്ന് ഈ നിമിഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ഇതുവരെ വിട്ടുകളയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ പുറമേ ആയിരിക്കുമ്പോൾ എനിക്ക് ആരുടെ അസൂയൊന്നുമില്ല, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ആർ ദ മോസ്റ്റ് ഡേഞ്ചറസ് പേഴ്സൺ. വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളുടെ അകത്ത് പ്രകാശം തരട്ടെ. പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയ ആഴങ്ങളിൽ ഇറങ്ങി ചെല്ലണേ. ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരോടോ സുഹൃത്തുക്കളോടോ ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളും തോന്നുന്നവരോടോ ഒക്കെ നമുക്ക് എപ്പോഴോ തോന്നിയ കയ്പ് ഇന്നും അവരെ കാണുമ്പോഴോ ഓർക്കുമ്പോഴൊക്കെ മനസ്സിൽ തേട്ടി വരുന്നത് കാണാൻ പറ്റും. എത്രയൊക്കെ പറഞ്ഞാലും അത് വരുന്ന കാണാൻ പറ്റും. പക്ഷേ ഇന്ന് രാത്രി അത് പുറത്ത് കളയാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അവരെ അങ്ങ് അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. ഈ പുതിയ വർഷം തുടങ്ങാൻ ഇതിനേക്കാൾ നല്ലൊരു കാര്യം ഇല്ലാന്ന് തോന്നുന്നു. നിങ്ങളോട് ദോഷം ചെയ്ത ആൾക്കാരെ ഏറ്റവും അധികം അനുഗ്രഹിക്കുക. വണ്ടർഫുൾ. ജീവിതത്തിൽ വേദനിപ്പിച്ചവരെ, മുറിവേൽപ്പിച്ചവരെ ബ്ലസ് ചെയ്യുക. അവർക്ക് കൊടുക്കുന്ന ഫേവർ അല്ല, നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ഫേവറാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫ് ബ്ലസ്ഡ് ആവും, വർദ്ധിക്കും, അധികമായി നിങ്ങൾ കവിഞ്ഞൊഴുകാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഈ ബിറ്റർനെസ്, ഇപ്പം ഞാൻ വായിച്ച വാക്യത്തില്ലേ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ബിറ്റർനെസ് എന്ന് പറയുന്നത് വേരാണ്, കയ്പെന്ന് പറയുന്നത് വേരാണ്. വേര് കാണാൻ പറ്റത്തില്ല, പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല വേര്, അല്ലേ? ആഴത്തിലിരിക്കും. പക്ഷെ അത് എല്ലാ ഫ്രൂട്ടിനെയും അഫക്റ്റ് ചെയ്യും. നമ്മൾ പുറപ്പെടുവിക്കുന്ന എല്ലാ ഫലങ്ങളെയും അത് അഫക്റ്റ് ചെയ്യും, ബാധിക്കും. ആഴത്തിലേക്ക് ചെന്നിരിക്കും. എങ്ങനെയാണ് ഈ ബിറ്റർനെസിന്റെ റൂട്ടിനെ, കയ്പിന്റെ വേരിനെ പുറത്ത് കളയാൻ പറ്റുന്ന അറിയാവോ? വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം വിത്താണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ദൈവത്തിന്റെ വചനം വിത്താണ്. ഇതുവരെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളാണെങ്കിൽ ഇനി പരിഹാരമാണ് പറയുന്നത്. ദൈവത്തിന്റെ വചനം വിത്താണ്. ഇതിന് ആഴത്തിൽ വേരിറങ്ങാൻ നമ്മൾ സഹായിക്കണം, നമ്മൾ അനുവദിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ദൈവത്തിന്റെ വചനം ധാരാളമായി പ്ലാൻ ചെയ്യണം, നടണം, അതിന് വേരിറങ്ങാൻ അനുവദിക്കണം. ഇതൊത്തിരി വേരിറങ്ങി നിറയുമ്പോൾ മോശകരമായി നിൽക്കുന്ന മോശമായ എല്ലാ വേരുകളും ഇത് പറിച്ച് കളയും. നമ്മൾ പറയത്തില്ലേ, സാധാരണ നല്ലത് നട്ടിട്ട് ഒത്തിരി കള വന്ന് കൂടിയാൽ നല്ലതിനെ ഞെരുക്കി കളയും. നേരെ ഓപ്പോസിറ്റ്, നല്ലത് നിറഞ്ഞാൽ കളയെ അത് ഞെരുക്കി കളയും. ബിറ്റർനെസിന്റെ, കയ്പിന്റെ വേരുകളെ നല്ലത് കൊണ്ട്, ദൈവത്തിന്റെ പ്ലാൻ എങ്ങനെയാണ്? തിന്മയെ നന്മയാൽ ജയിക്കുക. മോശമായതിനെ മോശമായി ചെയ്തുകൊണ്ടല്ല, നന്മ കൊണ്ട് അതിനെ ഓവർകം ചെയ്യുക. ഞാൻ അവനോട് പകരം ചെയ്യുമെന്നല്ല, അവനെ നന്മ കൊണ്ട് ജയിക്കുക, അവനെ ബ്ലസ് ചെയ്യുക, അവനെ അനുഗ്രഹിക്കുക. നിങ്ങൾ ബ്ലസ്ഡ് ആയി മാറും. നിങ്ങളുടെ അനുഗ്രഹത്തിലേക്ക് അവൻ കടന്നു വരും. നിങ്ങൾ നാളെ അവർക്കൊരു അനുഗ്രഹമായി മാറും. എൻ്റെ ലൈഫിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ജോസഫ്. ഞാൻ എപ്പോഴും നിങ്ങൾ സംസാരിക്കാറുള്ള കാര്യമാണ്. ജോസഫിൻ്റെ ലൈഫിൽ ബ്ലസ്ഡ് ആകാനുള്ള ഒറ്റ റീസണേ ഉള്ളൂ. ജോസഫിനെതിരെ മോശം ചെയ്തവർ, ജോസഫിനെ കൊല്ലാൻ കൂട്ടുന്നവർ, ഒറ്റക്കൊടുത്തവർ, ഇല്ലാത്ത കേസിനകത്താക്കിയവർ ആരോടും ഒരു കയ്പോ ഈർഷ്യയോ വച്ചുകൊണ്ടിരുന്നില്ല. അവൻ്റെ ഹൃദയത്തെ അവൻ സൂക്ഷിച്ചു. അതുകൊണ്ട് ആരൊക്കെ തന്നെ ഉപദ്രവിച്ചോ അവർക്കൊക്കെയും ജോസഫ് ഒരു അനുഗ്രഹമായി മാറി, കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹമായി മാറി. എല്ലാവരും ആ കഷ്ടതയുടെ അനുഭവത്തിൽ, ദാരിദ്ര്യത്തിന്റെ, ക്ഷാമത്തിന്റെ അനുഭവത്തിൽ കടന്നു പോയപ്പോഴും അവർക്കെല്ലാം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമായി ജോസഫ് മാറി. നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത്, ഈ ദേശത്ത് എവിടെയൊക്കെ ക്ഷാമത്തിന്റെ അവസ്ഥ ഉണ്ടായാലും, എവിടെയൊക്കെ ഞെരുക്കത്തിന്റെ അവസ്ഥ ഉണ്ടായാലും കവിഞ്ഞൊഴുകുന്ന പാത്രങ്ങളായിരിക്കാൻ ദൈവം നമുക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി നമ്മളെ ഹൃദയങ്ങളെ പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആരെ ബ്ലസ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ ഹൃദയങ്ങൾ കണ്ടാമിനേറ്റഡ് ആവരുത്, നമ്മുടെ ഹൃദയങ്ങൾ പൊല്യൂട്ടഡ് ആവരുത്, നമ്മുടെ ഹൃദയങ്ങൾ ഈ അഴുകിയ പന്നിക്കുള്ള സ്ഥലമായി മാറരുത്. അത് പ്രശ്നമായാൽ നമ്മുടെ എല്ലാ മേഖലയിലും മരണം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളും ബ്ലസ്ഡ് ആവാത്തതിൻ്റെ പ്രധാന റീസൺ കണ്ടെത്തിപ്പോയാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളായിരിക്കും. അത് കുഞ്ഞു കാര്യമെന്ന് തോന്നും, പക്ഷെ അതിൻ്റെ എഫക്റ്റ് വലുതാണ്. ഹൃദയത്തിനകത്തുള്ള ഈർഷ്യയുടെ മറ്റൊരു വാക്ക് അസൂയ. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്, വെരി ഡേഞ്ചറസ്. നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ശത്രുക്കൾ ബ്ലസ്ഡ് ആകുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ശ്രദ്ധിക്കുക. അത് നേരാവണ്ണം ശ്രദ്ധിക്കുമ്പോൾ നേരാവണ്ണം അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ദൈവം പറഞ്ഞ പോലെ, മോനെ നിന്നെ അത് കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്, നീ അതിനെ കീഴ്പ്പെടുത്തണം. ആ ചിന്ത നിന്നെ കീഴ്പ്പെടുത്തരുത്. അവൾ അങ്ങനെ ആയിപ്പോയി, അവൾ ബ്ലസ്ഡ് ആണ്, അതാണ് ഇതാണ്, അവളോട് ഇനി മുന്നണ്ട, അവൾ ഇനി ശരിയാവൂല, അവനിങ്ങനെ ചെയ്യത്തില്ലേ, ഇനി അവനോട് സംസാരിക്കേണ്ട. അല്ല, അവളോട് സംസാരിക്കണം. അവനെ ബ്ലസ് ചെയ്ത് ആ ജീവിത അനുഭവത്തെ ചോദിച്ച് മനസ്സിലാകും. ഒന്നുമില്ലെങ്കിലും അവനെ ബ്ലസ് ചെയ്യണം. ആ സ്നേഹം അത് തുടരണം. തീർച്ചയായും നമുക്ക് അനുഗ്രഹമായി മാറും. പലപ്പോഴും നമ്മൾ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് വെച്ചാണ് ഓരോരുത്തരെയും ബ്ലെസ്സിങ്സിനെ അളക്കുന്നത്. അതാ പ്രശ്നം. ഞാൻ ബ്ലസ്ഡ് അല്ല, നല്ല വീടില്ല, അവന് നല്ല വീടുണ്ട്. ഇതല്ല അനുഗ്രഹം, ഇതല്ല ബ്ലെസ്സിങ്. നിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സെറ്റിൽഡാണ്.
അത് ഫിക്സഡാണ്. നിങ്ങൾക്ക് എന്തുണ്ടെന്നല്ല, നാം ഓരോരുത്തരും ആർക്കുള്ളവനാണ്, നമ്മൾ ആരാണ്.